കാണിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോവുകയാണ്. രണ്ടാം വാക്യം വായിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വചനത്തിൽ സ്റ്റിക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വചനത്തിൽ തന്നെ നിൽക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറയുന്നു. സ്തോത്രം. എന്തുവാ അമ്മ അങ്കിൾ വായിച്ചാട്ടെ. ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ വിഷയം, നിങ്ങൾ ഈ ലോകത്തിന്, ഹലോ, ഈ ലോകത്തിന് അവിടെ ഈ ലോകം എന്ന പദത്തിന്റെ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് എയോനി എന്ന് പറഞ്ഞാൽ ഏജിനെ കാണിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിനെന്ന് ഉള്ളതിനേക്കാളും ഈ കാലത്തിന്, ഒറിജിനൽ അർത്ഥം ഈ കാലത്തിന് നിങ്ങൾ അനുരൂപമാകരുത്. ഞാൻ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധമായി ചോദിക്കട്ടെ, ഈ കാലത്തിനും ഈ ലോകത്തിനും ഒക്കെ അനുരൂപമായതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മളിൽ പലരും ഈ ശക്തിയൊക്കെ നഷ്ടപ്പെടുത്തി ഇവിടെ ഇരിക്കുന്നതിന് കാരണം നിങ്ങളെ, I'm not telling that you are a sinner or something, but this is the real fact. എവിടെയോ we have been so closer to the world more than closer to God. ദൈവത്തോട് അടുക്കുന്നതിനേക്കാളും ലോകത്തോടെ നമ്മൾ ഇപ്പോൾ അടുത്ത് കിടക്കുന്നത്. അവര് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യണം, അവര് മേടിക്കുന്നത് നമുക്ക് മേടിക്കണം, അവരുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ നമുക്ക് കൊണ്ടുവരണം. ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് കൊണ്ടുവരണ്ട. നമുക്ക് ഈ ലോകത്തിലുള്ളത് അല്പം വേണ്ടെന്നത്. രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരെ ചൂണ്ടി, ഞാൻ ആരെയും ഹർട്ട് ചെയ്യുന്നില്ല, പലരെ ചൂണ്ടി കർത്താവ് എന്നോട് ഇപ്രകാരം പറയുന്നു, ഇവരൊന്നും ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടുന്നവരല്ല. ഇവിടെ ഇരിക്കുന്ന പലരെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇപ്പമുള്ളതെല്ലാം അവർ സന്തോഷമായി കണക്കിട്ടിട്ട് എന്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ കഴിയാതെ അവരവരെ തന്നെ അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നവരാകാതെ ഇന്ന് രാത്രി കാലം എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? എന്റെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഇഷ്ടം എന്താണോ അത് എന്നിൽ വെളിപ്പെടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? Praise God, praise God, praise God, praise God. ഒന്ന് പത്രോസിന്റെ ലേഖനം 1-14 വാക്യം വേഗം വായിച്ചാട്ട്. എന്താ ഈ ലോകത്തോട് അനുരൂപപ്പെടരുതെന്ന് വചനം പറയുന്നു? വേഗം വായിച്ച്. 1 പത്രോസ് 1:14 വേഗം വായിച്ച്. First Peter chapter 1 verse 14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ശ്രദ്ധിച്ചോണേ. ആ പദം വായിച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടേ പോകാവൂ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, പതുക്കെ വായിച്ചാൽ മതി, അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. പണ്ട് നിങ്ങൾക്ക് അറിവില്ലായ്മ ചെയ്തതൊക്കെ ദൈവം ക്ഷമിക്കും. പക്ഷേ ഇന്ന് രാത്രി ചെയ്യുന്ന പലതും തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കൊരു കൂസലില്ല ചെയ്യാൻ. നമ്മുടെയൊക്കെ ചിന്ത എന്തോ പാസ്റ്റർ, നമ്മുടെ ചിന്ത ഇതാ, ചെയ്താലും കുഴപ്പമില്ല, വന്നിരുന്ന് കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വചനത്തിന്റെ പ്രമാണം പറയാം, ദൈവം ക്ഷമിക്കും. പക്ഷേ ബാലശിക്ഷയിലൂടെ കടത്തിവിടാതിരിക്കുവാൻ നീ ക്രമീകരിക്കപ്പെട്ടോണം. ദാവീദ് ചെയ്ത പാപം, അവൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവം ക്ഷമിച്ചു. പക്ഷെ തല്ലുകൊടുത്തൊന്നും കൂടെ ഓർത്തോണം. ആമേൻ. തന്നെ പറ്റി പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു, ദൈവത്തിന്റെ കൂടെയുള്ളവനായിരുന്നു. But still God have treated him that. ആ വഴിയിലൂടെ തന്നെ ആമേൻ കർത്താവ് കൊണ്ടുപോയത്. രാത്രി നമ്മൾ പറയും കൃപായുഗ, കൃപയാ അല്ലേ? പാപം ചെയ്താലും കുഴപ്പമില്ല, കൃപയുണ്ടല്ലോ. കൃപയുള്ളത് കൊണ്ട് പാപം ചെയ്യാം. Praise God.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പണ്ട് അജ്ഞാന കാലത്ത്, ആ പദം ശ്രദ്ധിച്ചോണം, അറിവില്ലായ്മയുടെ കാലത്ത് നിങ്ങൾ ചെയ്തത് പലതും ദൈവം ക്ഷമിക്കുമെങ്കിലും ഈ കാലത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതിനെ ദൈവം ക്ഷമിക്കത്തില്ല. ഒന്നുകൂടെ വായിച്ചേർത്ത്, വാക്കി ഇവിടെ വായിച്ചു ചേർത്ത്. മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നിങ്ങളെ വിളിച്ച വിശുദ്ധ വിളിക്കൊത്തവണ്ണം. ശ്രദ്ധിച്ചോണം, അനുസരണമുള്ള മക്കളായി. ഇങ്ങോട്ട് വായിക്കേ. നിങ്ങളെ വിളിച്ചതിന് വേണ്ടിയാ. പറഞ്ഞാട്ടെ, വചന പറയുന്നത്, എന്റെ മനസ്സിലുള്ള കാര്യമല്ല പറയുന്നത്. നിങ്ങളെ വിളിച്ചതിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ വിളിച്ചേ? അമേരിക്ക വന്ന് ഹൂസ്റ്റണിൽ വീടൊക്കെ മേടിച്ച് താമസിക്കാനാണ് വിളിച്ചേ. ഓക്കെ, ഗുഡ്, ഗോഡ് ഹാവ് ബ്ലെസ്ഡ് us. ഓക്കെ, നമ്മൾ വീട് മേടിച്ചു, ഗുഡ്. ഓക്കെ, നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം ഇതല്ല. This is just a temporary place. Thank you, Lord. Thank you, Lord. Hello. Amen. Amen. Thank you, Lord. നിന്റെ താൽക്കാലിക വീടായത്. This is not your eternal house. നിന്റെ നിത്യമായിട്ടുള്ള വീട് വരാൻ പോവുക. സ്തോത്രം. ഇന്ന് രാത്രി അങ്ങോട്ടുള്ള കണ്ണ് മങ്ങിയത് കൊണ്ട് ഇവിടെ ഇതെല്ലാം മേടിച്ചു കൂട്ടുന്നത്. സ്തോത്രം പറയത്തില്ല. ഇവിടെ പലർക്കും 3ഉം 4ഉം വീടുണ്ട്. ഞാൻ കർത്താവ് സ്തോത്രം പറയാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിച്ചല്ലോ. ഞാൻ പോയ വീടുകളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവ് സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ സന്താനത്തിലുള്ള ദർശനം നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ എല്ലാത്തിനെയും മാറിക്കൂട്ടുക. ഞാനും ചത്തുപോകും, നിങ്ങളും ചത്തുപോകും. ഈ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വന്നപ്പോഴും നീ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും നീ അങ്ങനെ പോകുന്നേ. കയ്യ വല്ല മോതിരം പോലും ഉണ്ടെങ്കിൽ ഊരിക്കളയും, ഊരി അവരങ്ങ് എടുക്കും. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, eternity is the matter for us. നിത്യതയാകട്ടെ നമ്മുടെ വിഷയം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയിലൊക്കെ എത്ര നാളായി നിത്യതയെ പറ്റി പ്രസംഗിച്ചിട്ട്? നമ്മളിൽ എത്ര ദിവസമായി നിത്യതയെ പറ്റിയുള്ള ചിന്ത വന്നിട്ട്? നമ്മുടെ ചിന്ത എന്തുവാ ഇപ്പം? ഇനി എവിടെ വീട് മേടിക്കേണ്ടതെന്നാ, അടുത്തത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടത്തെ കൂടെ മോർഗേജ് എടുത്തിട്ട് അടുത്തത് എവിടെ കൊണ്ടിടാൻ പറ്റുമെന്ന ഇന്ന് രാത്രി നമ്മുടെ ചിന്ത. This is wrong. ഇതിനു വേണ്ടിയാ കർത്താവ് ഇവിടെ അയച്ചത്. This is wrong. നിങ്ങളുടെ ഇന്റൻഷൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതാകട്ടെ. നിങ്ങൾ നാട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെ ആക്കുന്നിടത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗമുള്ളവരായി തീരട്ടെ. രാത്രി എത്ര പേര് എന്റെ കൂടെ സ്തോത്രം പറയാൻ കർത്താവ് തയ്യാറാണ്? നിന്നെ വിളിച്ച വിളി വിശുദ്ധിയുള്ള വിളിയാണ്. അടുത്ത പദം പറയുന്നത് ഇങ്ങനെ, ഞാൻ വിശുദ്ധനായിരിക്കാൻ. എന്റെ കർത്താവിന്റെ ഹൃദയം ഒന്ന് നോക്കിക്കേ. നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു സുഹൃത്തിനെ പോലെ യേശുവിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് ആ ശബ്ദം ഒന്നുകൂടെ കേട്ടെ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ നിങ്ങളെയും വിശുദ്ധമുള്ളവരാക്കുവീൻ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ വിശുദ്ധിയുള്ള സ്ഥലത്തെ ദൈവത്തിന് ഇറങ്ങുവാൻ കഴിയത്തും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവ സാന്നിധ്യം അശുദ്ധിയുള്ളിടത്ത് ഇറങ്ങി വരത്തില്ല. കാരണം എന്ത്? അശുദ്ധിയുള്ളിടത്ത് ദൈവം ഇറങ്ങി വന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കണം. ഈ ചർച്ചിനോട് ഇന്ന് രാത്രിയിൽ പാസ്റ്റർ ഉൾപ്പെടെ ഓരോരുത്തരോട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, can we move to the way of sanctification? Thank you, Jesus. Glory to God. ഒരു ക്രമീകരണത്തിൽ ഇന്ന് രാത്രി നമ്മളെ തന്നെ അടുപ്പിക്കാൻ കഴിയുമോ? Yes, Lord. Yes. It's not പ്ലാൻ ഇല്ലാതല്ല കർത്താവിനെ ഇവിടെ അയച്ചത്. ഓരോ ചർച്ചിലും എന്നെ ദൈവം അയക്കുമ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ കർത്താവിനോട് പറയുന്ന വിഷയമാണ്, പ്ലാൻ ഇല്ലാതല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ ദൂത് അവസാന ദൂതായിരിക്കാം. ഇനിയും ഒരു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരുവാൻ കഴിയുമോ?